എന്താ മക്കളെ, എന്താ കാര്യം? ടീച്ചറെ, നമ്മുടെ കുട്ടുവിന് എന്തോ പറ്റി. അവൻ വിളിച്ചിട്ട് വരുന്നില്ല. എപ്പോഴും ഞങ്ങളെ കാത്ത് റോഡരികിൽ നിൽക്കാറുള്ളതാ. ടീച്ചറെ, നമ്മൾ മിട്ടുവിനെയും കാണുന്നില്ലല്ലോ. നമ്മുടെ മിട്ടുവിനൊരു അപകടം പറ്റി മക്കളെ. ഇന്നലെ കുട്ടുവും മിട്ടുവും കൂടി റോഡരികിൽ നിന്നപ്പോൾ രണ്ടുപേരും മദ്യപിച്ച് മിട്ടുവിനെ വന്ന് പിടിച്ചു. എന്നിട്ട് നമ്മുടെ മിട്ടുവിന് എന്തെങ്കിലും പറ്റിയോ ടീച്ചറെ? അവനിപ്പോഴ് ആകെ വയ്യാത്ത അവസ്ഥയിൽ. അയ്യോ, പാവം മിട്ടു. എന്നിട്ട് അവനെ എവിടെ ടീച്ചറെ? നമ്മുടെ പുഷ്പമ്മ ചേച്ചിയുടെ വീട്ടിൽ കിടക്കുകയാണ്. വണ്ടി ഓടിച്ചിരുന്ന രണ്ടുപേരും നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറെ. രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു. ഡോക്ടർ പറയുന്നത് രണ്ടുപേരും ഇപ്പൊ ICUലാണ്, സീരിയസ് ആണെന്നാണ് കേൾക്കുന്നത്. അതിനെന്താ, നമുക്ക് കാണാലോ. ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോയി നമ്മുടെ മിട്ടുവിനെ കാണാം. ശരി? എങ്ങനെയെങ്കിലും വൈകുന്നേരം ആയാൽ മതിയായിരുന്നു. ശരിയാ, എനിക്ക് മിട്ടുവിനെ കാണാതിരിക്കാൻ വയ്യ. പറഞ്ഞല്ലേ വൈകിട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞല്ലേ, പിന്നെ കളികൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ ഇനി ബഹളം വയ്ക്കുവോ? ബഹളം വയ്ക്കണ്ട കേട്ടാ. വൈകുന്നേരം ആവുമ്പോ ടീച്ചർ എല്ലാവരെയും നമുക്ക് വീട്ടിലെ കൊണ്ട് കാണിച്ചു തരാം കേട്ടാ. എല്ലാവരെയും കൊണ്ടുപോകുള്ളൂ ടീച്ചർ. മതിയോ? വലിയ ബഹളം വെക്കരുതേ, നമുക്ക് പഠിക്കാം കേട്ടോ. നമുക്ക് പോകാം. ബഹളം വെക്കാതെ നിങ്ങള്. നമുക്ക് ടീച്ചർ പറഞ്ഞ പോലെ മിട്ടുവിനെ കാണിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് നമുക്ക് പോകാമോ? നിങ്ങൾ എല്ലാരും വന്നോ? ടീച്ചറെ, നമ്മുടെ മിട്ടുവിനെ ഇനി നടക്കാൻ പറ്റത്തില്ലേ? പാവം മിട്ടു. ആ വണ്ടി ഇടിച്ച ചേട്ടന്മാരെ നമുക്ക് പോലീസിനെ കൊണ്ട് എടുക്കണം. നല്ല ഇടിയും കൊടുക്കണം. ഞാൻ വൈദാമ പോലീസും ആകും. മക്കളെ, മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും ഒക്കെ വണ്ടി ഓടിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഈ അപകടം ഇങ്ങനെ നമ്മുടെ മിട്ടുവിനുണ്ടായത്. ആ വണ്ടി ഓടിച്ച ചേട്ടന്മാരുടെ അവസ്ഥയും വളരെ ഗുരുതരമാണ്. അവരും ഇപ്പോൾ ആശുപത്രിയിലാണ്. മക്കളെ, ഒരാളുടെ അശ്രദ്ധ മൂലം എത്ര പേരാണ് വേദനിക്കുന്നത്. ആ മിണ്ടാ പ്രാണിയും ഇതുപോലെ വേദനിക്കുകയല്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ? മക്കളെ, മദ്യവും ലഹരിയും നാടിന് തന്നെ ആപത്താണ്. ആ വിഷവിത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. കുരുന്നു ജീവിതം മധുരമോഹനം, അക്ഷയമാമക്ഷരങ്ങൾ വിടരണം. വേണ്ടാലഹരികൾ വേണം വാഴ്വുകൾ, ഒരു മനമോടണിചേർന്നു